എനിക്ക് ആരെങ്കിലും ഇഷ്ടമാണോ, എനിക്ക് ആരോടെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോന്നൊക്കെ അതൊന്നും തനിക്ക് അറിയണ്ടേ? നിങ്ങളുടെ ഇത് എത്ര നല്ല ക്യാരക്ടറാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലെ പരിസ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ദുശ്ശീലങ്ങളോ ദുഷിച്ച കൂട്ടുകെട്ടുകളോ ഒന്നും ഉണ്ടാവില്ലെന്നൊക്കെ എല്ലാവരും എന്നോട് പറഞ്ഞു. ഇനി ഒട്ടും വൈകിക്കാതെ അവനെ പറ്റി പറയണം. എന്താ ഇപ്പൊ ആലോചിക്കുന്നേ? പവിത്ര, എന്നെ കുറിച്ച് തന്നോട് ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. അതെല്ലാം കേട്ടിട്ട് എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെയും ടെൻഷൻ അടിപ്പിക്കുന്നേ? ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് കേൾക്കൂ. സത്യത്തിൽ എന്താ നടന്നെന്ന് വെച്ചാ, മോനെ, മുഹൂർത്തത്തിനുള്ള സമയമായിട്ടുണ്ട്. പണിക്കരെ നിങ്ങളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ് അമ്മേ. മുഹൂർത്തം തെറ്റിക്കഴിഞ്ഞാ ശുഭകാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവും മോനെ. അവളോട് ഇനിയും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് നിനക്ക് നിശ്ചയം കഴിഞ്ഞിട്ടും ആകാലോ. അതുകൊണ്ടല്ല ഞാൻ. നിങ്ങൾക്ക് സംസാരിക്കാനായി ഇത് കഴിഞ്ഞും സമയം കിട്ടുമല്ലോ. ഇപ്പൊ നിങ്ങൾ വന്നേ. വാ മോളെ. ശ്രീകരൻ എന്നോട് എന്തോ പറയാനുണ്ടെന്നാ പറഞ്ഞത്. ഇത് കഴിഞ്ഞ് സംസാരിക്കാമല്ലോ. വാ വന്നേ. ദേ അവിടെ വിളിക്കുന്നുണ്ട്, ഒന്ന് വന്നേ. ഇത്ര നേരം എന്താ സംസാരിച്ച കുഞ്ഞളിയാ? ഇപ്പോൾ ഇതൊന്നും മിണ്ടുന്നില്ലല്ലോ. കല്യാണം കഴിക്കുന്നവർ തമ്മിലുള്ള സീക്രട്സ് മറ്റുള്ളവരറിയുന്ന എന്തിനാ? കോമൺ സെൻസ് ഇല്ലാതെ സംസാരിക്കരുത്. അതുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുവോ അച്ഛാ? ഇരിക്കുമോളെ. എന്ന പണിക്കരെ നിങ്ങൾ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോളൂ. ആയിക്കോട്ടെ മോളെ. പെണ്ണിന് ചെക്കനെയും ചെക്കന് പെണ്ണിനെയും ഇഷ്ടമായല്ലോ അല്ലേ? ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടമായതുകൊണ്ടല്ലേ പണിക്കരെ കാര്യങ്ങൾ ഇതുവരെ എത്തി. എന്നാ നിശ്ചയത്തിന്റെ കർമ്മങ്ങൾ തുടങ്ങിക്കോ. ശുഭം. ഓം ശ്രീമൻ മഹാഗണാധിപതേ നമഃ. മഹാലക്ഷ്മി ദേവതാഭ്യോ നമഃ. മോനെ, ഈ ചന്ദനം തൊട്ടോളൂ. ഇനി മോളും എടുത്ത് തൊട്ടോളൂ. ദൈവമേ, കല്യാണ പെണ്ണിന്റെ അച്ഛനോ അമ്മയ്ക്കോ ഹാർട്ട് അറ്റാക്ക് വന്നാ മതിയായിരുന്നു. എന്നാലേ ഇതൊന്ന് നിന്ന് കിട്ടും. എന്റെ മോൾക്ക് കിട്ടേണ്ടതും കിട്ടും. നിങ്ങൾ എത്ര മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാലും ഈ ഫംഗ്ഷൻ മുടങ്ങില്ല നാത്തൂനെ. മോളെ, മോതിരം കൈമാറാനുള്ള മുഹൂർത്തമായിരിക്കണു. ആ മോതിരം ഇങ്ങോട്ട് എടുത്തോളാ. പെണ്ണിനെ മോതിരം അണിയിക്കും മോനെ.
മോളെ ഇനി ചെക്കന്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്ക. ഇട്ടോളൂ. പവിത്ര, മോതിരം കൈമാറിയത് വല്ല സ്വപ്നം കണ്ടതാണോ? മോളെ ഗണപതി പൂജ അവസാനിച്ചു. ഇനി കല്യാണപ്പെണ്ണും കല്യാണച്ചക്കനും മോതിരങ്ങൾ കൈമാറിയ അതിനുശേഷം നിശ്ചയതാമ്പൂലം കൈമാറാം. പെണ്ണിനും ചെക്കനും മോതിരം കൊടുക്കുക. നീ എന്താ ആലോചിക്കുന്ന മോന്? ദാ മോതിരം. ഈ ദിവസത്തിന് വേണ്ടി എത്രയോ ദിവസമായി സ്വപ്നം കണ്ട ഒരുത്തൻ ഇതൊക്കെ ഒരു ദുസ്വപ്നമായിരുന്നേ നന്നായിരുന്നെന്ന് മനസ്സിൽ കരുതുന്നത് പോലെയുണ്ട്. എന്താടാ, എന്താ അങ്ങനെ പറഞ്ഞത്? ചെന്നൈന്ന് വന്നപ്പോ മുതൽ അവന്റെ മുഖം അങ്ങനെയല്ലേ പിന്നെ? എന്താ മോന് ശ്രീകർ? ഒന്നുമില്ല അമ്മേ. നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം. ശ്രീകറിന്റെ മനസ്സിൽ വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. ശ്രീകർ, മോളെ മുഹൂർത്തത്തിന് സമയായി. ഇത് പിടിക്കും മോനെ. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുന്നു. ഈ സമയത്തെങ്കിലും ഞാൻ സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവനെ പറ്റിക്കുന്ന പോലെയാവും. ഞാൻ അവളെ ചതിക്കാൻ പാടില്ല. ഇപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയണം. ഞാനത് പറയും. മോളെ ചെക്കന്റെ കയ്യിലേക്ക് മോതിരം ഇട്ട് കൊടുക്ക. നിക്കുമോളെ, 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 നിക്കുമോളെ. എന്താ, എന്തു പറ്റി? മോതിരം കൈമാറും മുമ്പ് നിങ്ങളുടെ മകൾ അമ്മയുടെ വിഗ്രഹത്തിൽ തൊട്ട് സത്യം ചെയ്യണം. സത്യം ചെയ്യണോ? എല്ലാം സമ്പ്രദായ പ്രകാരം തന്നെ നടന്നിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ മകൾ ചെയ്യുന്ന ഈ സത്യം വിലയുള്ളതാണ്. അന്നപൂർണ മാതാ ഞങ്ങളുടെ കുലദൈവമാണ്. വരണ്ടൊരു പ്രദേശത്തെ ഹരിതമയമാക്കി മാറ്റാൻ കിട്ടിയ ആ ഭാഗ്യം എന്റെ ജാതകം വഴി ഈ വംശത്തിന് ലഭിക്കുകയായിരുന്നു. എല്ലാ ചിങ്ങമാസത്തിലും ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ആ വലിയ ഉത്സവത്തില് മോള് ഈ മൂക്കുത്തിയെടുത്ത് അണിഞ്ഞുകൊണ്ട് നിവേദ്യമുണ്ടാക്കി അമ്മയുടെ മുൻപിൽ സമർപ്പിക്കണം. എന്നെപ്പോലെ നിന്റെ ജാതകവും 10 ദേശങ്ങൾക്ക് അന്നം നൽകി
കരുണാഹസ്തങ്ങളായി തീരണം. ഇല്ലെങ്കിൽ ആ പ്രദേശത്ത് എന്റെ കാലശേഷം ദാരിദ്ര്യം വീണ്ടും താണ്ഡവമാടാനായി തുടങ്ങും. ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായി എന്റെ മകന്റെ വിവാഹം നടത്താമായിരുന്നെങ്കിൽ അത് എത്ര നേരത്തെ എനിക്കാകാമായിരുന്നു. ഈ ജാതകത്തിൽ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര കാലം കാത്തിരുന്നത്. നാളത്തെ നിങ്ങളുടെ വിവാഹശേഷം നീ നിന്റെ കർത്തവ്യങ്ങൾ മറക്കില്ലെന്നും ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു പോകുമെന്നും മോള് ദേവിയെ തൊട്ട് സത്യം ചെയ്തോളൂ. നിങ്ങളുടെ ബാധ്യതകൾ ഏറ്റെടുക്കുന്നത് എന്റെ മകൾ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യമായിരിക്കും. ഇതിനൊരു സത്യം ചെയ്തു തരേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? സത്യം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്റെ മനഃശാന്തി ലഭിക്കും. വേദവതി മേഡത്തിന് വേണ്ടിയെങ്കിലും ചെയ്യുമോളെ. വരുമോളെ. സത്യം ചെയ്യൂ മോളെ. എന്തു പറ്റി മോളെ? എന്നോട് ക്ഷമിക്കണം. എഴുന്നേൽക്കുമോളെ. ഈ ടിസ്റ്റ് എന്താ? അമ്മയെ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞ ഞങ്ങൾ അമ്മയുടെ കാലിൽ വീണ എന്തിനാ? അമ്മയെ കണ്ട് ടെൻഷനായെന്ന് തോന്നുന്നു. ഈ സത്യം ചെയ്യലൊക്കെ പിന്നെ ഒരിക്കലായിക്കൂടെ? എന്നെ കൊണ്ട് കഴിയില്ല അമ്മേ. ഞാൻ സത്യം പറയാൻ പോവാ. എന്ത് സത്യം? എന്റെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജാതകമല്ല അമ്മേ. നല്ലൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വലിയ വീട്ടിലേക്ക് അയക്കാനുള്ള ആഗ്രഹം കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും പണിക്കരോട് പോലും സത്യം പറയാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജാതകം ഉണ്ടാക്കി നിങ്ങളെ ചതിക്കുകയായിരുന്നു.
കുടുംബമായി ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി നാടകം കളിച്ചു. പക്ഷെ ഇപ്പൊ അമ്മയുടെ മുമ്പിൽ വെച്ച് എനിക്ക് കളവ് പറയാൻ പറ്റില്ല. ആ അമ്മ തന്നെ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെ സംഹരിക്കുന്നത് പോലെ ആ രൂപം ഞാൻ കണ്ടു. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം ഞാൻ ഈ സാഹസത്തിന് മുതിർന്ന അടുത്ത നിമിഷം എന്റെ ശ്വാസം ഇല്ലാതെയാവും. നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരാനുള്ള അർഹത എനിക്കില്ല. മനുഷ്യരാണോ നിങ്ങള്? ഇത്രയും വലിയ ചതി ചെയ്യാൻ? അമ്മയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ, അമ്മയെ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നാളെ കല്യാണം നടക്കുമായിരുന്നില്ലേ? ഇത്ര സ്വാർത്ഥരാവാൻ മനുഷ്യർക്ക് കഴിയോ? നിങ്ങളെ പോലുള്ളവരോട് ക്ഷമിക്കാനാവില്ല. മുമ്പും പിമ്പും ആലോചിക്കാതെ തുള്ളിച്ചാടി നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സമാധാനമായോ? അതുകൊണ്ടാ പറയുന്നത്, സ്വന്തക്കാർക്ക് നല്ലതൊന്നും ചെയ്തില്ലെങ്കിൽ നല്ലതൊന്നും പ്രതീക്ഷിക്കരുതെന്ന്. ഇപ്പം വേണമെങ്കിലും പ്ലാൻ വേണേ നടക്കും. ഇതേ മുഹൂർത്തത്തിൽ എന്റെ മോളുമായിട്ടുള്ള നിശ്ചയം നടത്തിയാൽ മതി. എന്തുകൊണ്ടാന്ന് വെച്ചാ, നിങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ കറങ്ങിയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജാതകത്തിലുള്ള പെൺകുട്ടിയെ കിട്ടില്ല കിട്ടില്ല കിട്ടില്ല. ഏട്ടാ, വേദ, തിടുക്കത്തിൽ ഈ കല്യാണം എങ്ങാനും നടന്നിരുന്നെങ്കിൽ കാലാകാലങ്ങളായി ഞാൻ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സമ്പ്രദായം ഇതോടുകൂടി അവസാനിച്ചേനെ. അങ്ങനെ സംഭവിച്ച ഞാൻ ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും തുല്യല്ല ഏട്ടാ. ഇല്ല വേദവതി, കല്യാണ മണ്ഡപത്തിലാണെങ്കിലും അവസാന നിമിഷം ഇത് തന്നെ സംഭവിക്കൂ. എന്തുകൊണ്ടെന്നാൽ ഇത് ദൈവനിശ്ചയം. നമ്മളെ ആർക്കും ചതിക്കാൻ കഴിയില്ല. അതിന് എന്നാണെങ്കിലും നിന്റെ അതേ ജാതകത്തിലുള്ള പെൺകുട്ടിയെ ശ്രീകർ അവന്റെ ജീവിതത്തിലേക്കും നമ്മുടെ വീട്ടിലേക്കും കൊണ്ടുവരും. എനിക്കിത് സഹിക്കാനാവുന്നില്ല ഏട്ടാ. എന്നെ കൊണ്ടിത് വേദ, എന്ത് പറ്റി? എന്ത് പറ്റി വേദ? അമ്മേ, എന്ത് പറ്റി അമ്മേ? അമ്മേ, ഒന്ന് എണീക്ക്. അമ്മേ, വേദ, അമ്മേ, അമ്മേ, അമ്മേ.